നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു മൊബൈൽ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റ് എല്ലാ സൈറ്റുകളിലും വന്നിട്ടാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്. ഇതുകൊണ്ട് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഞങ്ങൾക്കുണ്ട്. ഒരു യൂണിറ്റ് ആണിത്. നിങ്ങൾക്കറിയാവോ, പാലക്കാട് ജില്ലയിലെ പഴയ ലക്കിടി എന്ന സ്ഥലത്ത് ഓപ്പൺ സ്റ്റൈലാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റിന് അത്രത്തോളം ചൂട് കുറവാണ്. ഇത് 1, 2, 3 നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ നട്ടോ ബോൾട്ടോ വേറെ സ്ട്രക്ചറോ കാര്യങ്ങളുടെ ഒന്നും സഹായമില്ലാതെയാണ് നമ്മൾ ഈ ഷീറ്റ് ജോയിൻ ചെയ്തേക്കുന്നത്. ഈ പ്രോസസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ലീക്കേജ് തുടങ്ങിയ സംഭവം പൂർണ്ണമായിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പേര് ഡെമിസ്, വിൻഫ്ര പ്രൊജക്ട്സിന്റെ ഫൗണ്ടറാണ്. ഏകദേശം ഒരു 10 വർഷത്തിലധികമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഈ വിൻഫ്ര സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് കേരളം കടന്ന് സൗത്ത് ഇന്ത്യയും അത് പാൻ ഇന്ത്യ ആയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഏകദേശം 500-ലധികം പ്രൊജക്റ്റുകൾ നാളിതുവരെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന റൂഫിംഗ് മെത്തേഡ് അല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ട്രസ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡ് അല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ട്രസ് ഇല്ലാത്ത റൂഫിംഗ് സിസ്റ്റമാണ്. ആർച്ച് ഷേപ്പിലായിരിക്കും മെയിനായിട്ട് വരുന്നത്. ഇത് മെയിനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓഡിറ്റോറിയം, ഫാക്ടറികൾ, വെയർഹൗസുകൾ, ഇൻഡോർ സ്റ്റേഡിയംസ്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ, ഇങ്ങനെയുള്ള ഒരു മേഖലയിലാണ് ഞങ്ങൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉദ്ദേശം 8 വർഷങ്ങൾക്ക് മുന്നേ വിൻഫ്ര കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇതിൻ്റെ പുറകെ കാണുന്നത്. ഈ കാണുന്നതിൻ്റെ ഡൈനിങ് ഹാളും അതിൻ്റെ ഓഡിറ്റോറിയമാണ്. ഞങ്ങൾ ചെയ്തത് ഒരു ഇൻഡോർ AC ഹാളായിട്ടായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത് വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷേ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിന് ഇതിനകത്ത് ചൂട് വളരെ കുറവായിട്ട് തോന്നുകയും ഇതൊരു ഓപ്പൺ സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. വിൻഫ്ര ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ റൂഫിംഗ് ഷീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് റെസിസ്റ്റിവിറ്റി അത്രത്തോളം കൂടുതലാണ്. സ്വാഭാവികമായിട്ടും കെട്ടിടത്തിനുള്ള ടെമ്പറേച്ചർ വളരെ കുറവാണ്. അവരെപ്പോഴും ഹാപ്പിയാണ്. പാലക്കാട് ജില്ലയിലെ ഒരു പ്രൊജക്ട് സൈറ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതൊരു ഓഡിറ്റോറിയത്തിൻ്റെ പ്രൊജക്റ്റാണ്. ഏകദേശം 36,000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആക്കാൻ വിൻഫ്രയ്ക്ക് ഒരു 2 വീക്സ് ടൈം മതി. പക്ഷേ ഇത് നോർമൽ കൺവെൻഷണൽ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മിനിമം ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ ഒരു 3 മന്ത്സ് സമയം വേണം. ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനറിയും ക്രെയിനും എല്ലാം ഓൺ സൈറ്റിൽ വന്ന് അവിടെ നിന്ന് പ്രൊഡക്ഷൻ ചെയ്ത് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൻഫ്രയുടെ റൂഫിംഗ് ഷീറ്റുകളാണ്. ഇത് ഏകദേശം 1.2 mm വരുന്നൊരു റൂഫിംഗ് ഷീറ്റാണ്. ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ തിക്നെസ് ഉണ്ട് ഈ ഒരു ട്രസ്ലെസ് മേഖലയിൽ. 0.8 mm മുതൽ 1.6 mm വരെയുള്ള ഷീറ്റിൻ്റെ തിക്നെസ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് വീതിക്കനുസരിച്ചും സൈസിനനുസരിച്ചും വിൻഡോടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഓരോ കെട്ടിടത്തിനും എത്ര mm തിക്നെസ്സുള്ള ഷീറ്റാണ് യൂസ് ചെയ്യുന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു മേഖലയാണ് ഞങ്ങൾ ഈ ട്രസ്ലെസ്. ഇതിൽ വിൻഫ്ര എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൊടിക്കൈകളുടെയാണ്. മെഷീൻസൊക്കെ ഞങ്ങളുടെ സ്വന്തമാണ്. കുറച്ചധികം മെഷീൻസ് ഞങ്ങൾക്കുണ്ട്. എഗെയിൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്ലീറ്റ് ഓഫ് ക്രെയിൻസും വെഹിക്കിൾസും ഉണ്ട്. ലേബർ ടീം ഞങ്ങളുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും ധൃതി പിടിക്കാതെ വളരെ സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പല കമ്പനികളും 10,000 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 24 മണിക്കൂർ മതി എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾ സമയം എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു മിനിമം ടൈം ഞങ്ങൾ എപ്പോഴും ഒരു ക്വാളിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, സ്പീഡ് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആക്യുറസി കുറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിൻഫ്ര തുടങ്ങിയത് മുതൽ ഞങ്ങൾ ഇന്ന് വരെ പിന്തുടരുന്നൊരു നയമുണ്ട്. ഞങ്ങളുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണത്. ഞങ്ങൾ സോഴ്സ് ചെയ്യുന്ന മെറ്റീരിയൽ ഞങ്ങളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. അത് ഇന്ത്യൻ ബ്രാൻഡുകൾ എടുക്കാറുണ്ട്, ഇന്റർനാഷണൽ ബ്രാൻഡുകൾ എടുക്കാറുണ്ട്. വിൻഫ്ര സ്പെസിഫൈ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി, അത് ഉള്ള മെറ്റീരിയൽ മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. ഓപ്പൺ മാർക്കറ്റ് ഞങ്ങൾ മെറ്റീരിയൽ തീരെ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സും റെഫറൽസ് പ്രൊജക്റ്റും ഒരുപാട് കൂടുതലാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വിൻഫ്ര ചൂസ് ചെയ്യേണ്ടതെന്ന്. കൺവെൻഷണൽ റൂഫിംഗിൽ നിന്ന് മാറിയിട്ട് വിൻഫ്രയുടെ സിസ്റ്റം എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് മെയിൻ്റനൻസ് തീരെയില്ല. നോർമൽ റൂഫിംഗ് ഷീറ്റ് ആകുമ്പോൾ ഒരുപാട് സ്ട്രക്ചേഴ്സും പർലിങ്സും ഒക്കെ കയറ്റണം. നമ്മുടെ ഈ സിസ്റ്റത്തിൽ പർലിങ്സും സ്ട്രക്ചേഴ്സും ഒന്നുമില്ല. 2 സൈഡിലും ബീം ഉണ്ടാകും. അതിന് മുകളിൽ റൂഫിംഗ് ഷീറ്റ് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സെൽഫ് സ്ക്രൂ പോലും അടിക്കേണ്ടി വരുന്നില്ല ഷീറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ. വിച്ച് മീൻസ് നമുക്ക് മെയിൻ്റനൻസ് ഇല്ല, ടെൻഷൻ ഫ്രീ ആണ്, ലോങ് ലാസ്റ്റിങ്ങുമാണ്. സാധാരണ റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ചവർക്കറിയാം അത് നേരിടുന്ന വെല്ലുവിളികൾ. പക്ഷികളുടെ ശല്യങ്ങളുണ്ടാകും, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഒരുപാടുണ്ടാകും, പെയിൻറ്റിംഗ് ഉണ്ടാകും, തുരുമ്പുണ്ടാകും, ലീക്കേജുകളുണ്ടാകും. നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കുറച്ചധികം കാലത്തേക്ക് മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷീറ്റുകൾ കസ്റ്റമൈസ്ഡ് ആണ്. ഓൺ സൈറ്റ് മാനുഫാക്ചറിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്പാൻ എത്രയോ ആയിക്കോട്ടെ, 38 മീറ്റർ വരെയുള്ള സ്പാനുകളിൽ ഞങ്ങൾക്ക് ഈ സിസ്റ്റം ഒരു സിംഗിൾ ഷീറ്റ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു ജോയിനിങ്ങോ ഓവർലാപ്പോ സെൽഫ് സ്ക്രൂവോ ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിൻഫ്ര ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റൂഫിംഗ് ഷീറ്റിലെ അപ്പിയറൻസ് അതിഗംഭീരമായിരിക്കും.